പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ജൂൺ 10, 11 തീയതികളിലായി തന്നെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വിജയകരമായി തന്നെ പൂർത്തിയാക്കിയ 3 തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ ആകാശ സുരക്ഷയ്ക്ക് പുതിയ കരുത്തു പകരുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ പോലും ആ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായുള്ള രാജ്യങ്ങളുടെ നിരയിൽ നിന്ന് ഇന്ത്യ തന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ തെളിവായി തന്നെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രായേൽ തുടങ്ങിയ ലോകശക്തികൾക്ക് മാത്രമായിരുന്നു ഇതുവരെ ഇത്തരം സാങ്കേതിക വിദ്യയിലുള്ള മേൽക്കൈ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു എലൈറ്റ് പട്ടികയിൽ ഇന്ത്യയും അവരുടെ സ്ഥാനം ഉറപ്പിച്ചു, അല്ലെങ്കിൽ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാന പ്രതിരോധ ശേഷിയിൽ വലിയ മുന്നേറ്റമായാണ് ഈ ഒരു നേട്ടത്തെ പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. അതേസമയം 1999 കാർഗിൽ യുദ്ധകാലത്ത് അവിടെ അയൽ രാജ്യങ്ങളിൽ നിന്നുണ്ടായ ആണവ മിസൈൽ ഭീഷണികളെയാണ് ഇന്ത്യ സ്വന്തമായി തന്നെ ഒരു മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നയിച്ചത്. തുടക്കത്തിൽ ഇസ്രയേലിന്റെ ആരോ 2 ഇന്റർസെപ്റ്റർ മിസൈൽ സ്വന്തമാക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിൽ പോലും അതിന് അമേരിക്കയുടെ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു. ഇതോടുകൂടി തന്നെ തദ്ദേശീയ മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള ദൗത്യം DRDO അവിടെ ഏറ്റെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്റർസെപ്റ്റർ മിസൈൽ നൽകുന്നതിൽ തടസ്സം നേരിട്ടപ്പോഴും മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നിർണായക ഘടകമായ ഗ്രീൻ പൈൻ റഡാർ ഇന്ത്യക്ക് നൽകാൻ ഇസ്രയേൽ തയ്യാറായിരുന്നു. ആ സഹകരണവും ഇന്ത്യൻ ശസ്ത്രജ്ഞരുടെ ദീർഘകാല ഗവേഷണവും ചേർന്നാണ് ഇന്ന് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ നിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പുതിയ പരീക്ഷണ വിജയങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വലിയ കരുത്തു പകരുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ ആണവ മിസൈൽ പരീക്ഷണങ്ങൾക്കെതിരെ തന്നെ രാജ്യത്തിന് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നിലകൊള്ളാനുള്ള ഒരു ശേഷിയും ഇവിടെ ഉറപ്പാക്കുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം 2 ഘട്ടങ്ങളിലായാണ് ഈ ഒരു പദ്ധതി ഇവിടെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2000 കിലോമീറ്റർ വരെയുള്ള ശത്രു മിസൈലുകളെ തടയാൻ ശേഷിയുള്ള 1ാം ഘട്ടം 2019 തന്നെ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കാനുള്ള ശേഷിയോടുകൂടിയുള്ള 2ാം ഘട്ടം 2026 ജൂണിൽ നടന്ന AD-1, AD-2 ഇന്റർസെപ്റ്റർ പരീക്ഷണങ്ങളോടുകൂടി തന്നെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യയുടെ ബഹുതല പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ കവചം പ്രധാനമായും 2 ലെയറുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശത്രു മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തിരിക്കുമ്പോൾ അവിടെ തന്നെ അത് തകർക്കുന്ന ഒരു രീതിയിലേക്കും, പിന്നെ കബളിപ്പിച്ചുകൊണ്ട് അകത്തു കടന്നാൽ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തകർക്കുന്ന രീതിയിലേക്കുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യകാലത്ത് വികസിപ്പിച്ച 2 ഘടനകൾക്കുള്ള ഒരു പൃഥ്വി എയർ ഡിഫൻസ് മിസൈലുകൾക്ക് പകരമായി തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന അത്യാധുനിക പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ മിസൈലുകളാണ് ഇതിൽ അതായത് ഈ പ്രതിരോധത്തിനായി തന്നെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിനുള്ളിലെ പ്രതിരോധത്തിനായി തന്നെ അശ്വിൻ മിസൈലുകളും പുതുതായി തന്നെ വികസിപ്പിച്ച AD-1 മിസൈലുകളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നാണ് ഇവ കൂടുതലായി തന്നെ വിക്ഷേപിക്കുന്നത്. മാത്രമല്ല റഡാറുകളും കമാൻഡ് സെന്ററും ശത്രു മിസൈലുകളെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ അത്യാധുനിക റഡാർ ശൃംഖലയും ഇന്ത്യ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ചെറിയ വസ്തുക്കളെ പോലും 600 മുതൽ 800 കിലോമീറ്റർ ദൂരം വരെ, അല്ലെങ്കിൽ ആ ദൂരം വെച്ച് കണ്ടെത്താൻ ശേഷിയുള്ള രീതിയിലേക്കുള്ള റഡാർ സംവിധാനമാണ് ഇതിന് പ്രധാനമായും തന്നെ കരുത്തു പകരുന്നത്. ഇതിന്റെ നവീകരിച്ച സൂപ്പർ സോർഷിപ്പ് രൂപത്തിന് 1500 കിലോമീറ്റർ വരെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നവയാണ്. അതോടൊപ്പം തന്നെ ഈ റഡാറുകളിൽ നിന്നും ഉപഗ്രഹങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് മിഷൻ കൺട്രോൾ സെന്റർ എന്ന കമാൻഡ് കേന്ദ്രമാണ്. ഒരേ സമയം പ്രവർത്തിക്കുന്ന ഹൈ പെർഫോമൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടർ സിസ്റ്റം വിവരങ്ങൾ വേഗത്തിൽ പരിശോധിച്ചുകൊണ്ട് ഏതൊരു ഇന്റർസെപ്റ്റർ മിസൈൽ ഇപ്പോൾ എവിടെ വിക്ഷേപിക്കണമെന്ന ആ ഒരു തീരുമാനം അത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എടുക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.